ഉസ്താദുമാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹപാഠികളെ, നിങ്ങൾക്കെല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണോ? എങ്കിൽ ഞാൻ ഒരു കൊച്ചു കഥ പറയാം. എന്റെ കഥയുടെ പേരാണ് വിസ്മയിപ്പിച്ച വിരുന്ന് സൽക്കാരം. വിശപ്പ്, കൊടും വിശപ്പ് സഹിച്ചവർ യുദ്ധമുത്ത് കിടന്നു കീറുകയായിരുന്നു. ഈ രംഗം കണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന് ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തെന്നോ? ഒരാട്ടിൻകുട്ടിയും ഒരൽപ്പം ഗോതമ്പ് മാവും ശേഖരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഭാര്യ സുഹൈല റളിയല്ലാഹു അൻഹയെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല! ഭർത്താവിന്റെ പരിഭവത്തോടെയുള്ള വിളി കേട്ട് സുഹൈല റളിയല്ലാഹു അൻഹു ഭർത്താവിന്റെ മുന്നിൽ വന്നു നിന്നു. മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കിയേ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. പിന്നീട് തിരിഞ്ഞു വീക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്ക് നീങ്ങി. പിന്നീട് വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. കേട്ട കൂട്ടുകാരെ, എന്താണ് സംഭവിച്ചതെന്നോ? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ 4ഉം 2ഉം വയസ്സുള്ള 2 പിഞ്ചു മക്കൾ ആടിനെ അറക്കുന്ന രംഗം നോക്കി കണ്ടിരുന്നു. അതിൽ മൂത്തവൻ ഇളയവനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറക്കട്ടെ? എന്താണ് അറവെന്നോ എന്താണ് മരണമെന്നോ ഒന്നും അവർക്കറിയില്ലായിരുന്നു. അങ്ങനെ മൂത്തവൻ ഇളയവനെ മലർത്തി കിടത്തി അറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്! പിഞ്ചു കഴുത്തിൽ നിന്നും നക്ഷത്രപ്പൂക്കൾ പോലെ രക്തം ചാരിനിൽക്കുന്നു. പീശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കയെ ദയനീയമായി നോക്കി. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മൂത്തവൻ അവിടെ വിട്ടോടി. ഓടുന്നതിനിടയിൽ മൂത്തവൻ കത്തിയുടെ മുകളിലേക്ക് ചെരിഞ്ഞു വീണു. ഇന്നാലില്ലാഹ്! ജ്യേഷ്ഠനും ഈ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതയിലേക്ക് ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. താങ്ങാനാവുമോ സുഹൈല റളിയല്ലാഹു അൻഹു? സ്നേഹനിധിയായ ഉമ്മ എങ്ങനെ ഇത് താങ്ങും? ഇല്ല, ഒരു ഉമ്മക്കും ഇത് താങ്ങാൻ കഴിയില്ല. ഇതൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേട്ടത്. സുഹൈല, ഓ സുഹൈല! സുഹൈല റളിയല്ലാഹു അൻഹു ബേജാറായി. ഒരു ഭാഗത്ത് പ്രവാചകരോടുള്ള സ്നേഹം നദി പോലെ ഒഴുകിയെത്തിയപ്പോഴാണ് ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടിയത്. അങ്ങനെ മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം എടുത്തേക്കുകയും മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയും ചെയ്തപ്പോൾ മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചോദ്യം, അല്ല ജാബിർ, നിന്റെ മക്കളുടെ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈല റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മക്കളെവിടെ? സുഹൈല റളിയല്ലാഹു അൻഹു വിഷയം മാറ്റാൻ പലതരത്തിലും ശ്രമിച്ചെങ്കിലും മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും മക്കളെ ചോദിക്കുകയാണ്. ഒടുവിൽ സുഹൈല റളിയല്ലാഹു അൻഹു ഗദ്ഗദത്തോടെ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു കണ്ണീരിൽക്കുമെന്ന് മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു. മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും വിളിക്കണ്ട, ഞാൻ തന്നെ അവരെ വിളിച്ചോളാം. അപ്പിനാ ജാബിറിന്റെ 2 മക്കളെ ഇവിടെ വരൂ. അത്ഭുതം, അത്യത്ഭുതം! ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ചോരയിൽ കുതിർന്ന 2 മക്കൾ ഇതാ എഴുന്നേറ്റ് വരുന്നു. അവരുടെ കണ്ണുകൾക്ക് തന്നെ വിശ്വസിക്കാനായില്ല. ആരാ വിളിച്ചത്? മുത്തേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? വരാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വിസ്മയിപ്പിച്ച വിരുന്നു സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയായി. നോക്കൂ കൂട്ടുകാരെ, അല്ലാഹു സുഹൈല റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ക്ഷമ നമ്മൾക്കെല്ലാവർക്കും തരട്ടെ. അസ്സലാമു അലൈക്കും. Next coordinator F.